ജീവിതയാത്രയിൽ പ്രതിസന്ധികളിൽപ്പെട്ടുഴറുന്ന മനുഷ്യരെ സഹായിക്കാനും അവരെ ചേർത്ത് നിർത്താനും ഉദ്ദേശിച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് 2000 ആണ്ടിൽ രൂപം നൽകുന്നത്. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന മർഹൂം ആനപ്പടിക്കൽ മൊയ്തീൻകുട്ടി മാസ്റ്റർ എന്ന പീച്ചി മാസ്റ്ററുടെ മക്കളും പേരമക്കളുമാണ് ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. ആനപ്പടിക്കൽ അബ്ദുസ്സമദ് സാഹിബാണ് ട്രസ്റ്റിന്റെ നിലവിലെ ചെയർമാൻ. കൂടാതെ ശംസുദ്ദീൻ മുഹയുദ്ദീൻ, അബ്ദുറഹ്മാൻ, ആസാദ്, ഡോക്ടർ അൻവർ അമീൻ, AP നബീൽ, റാഷിദ് അസ്ലം, മുഹമ്മദ് അസ്ലം എന്നിവർ ചാരിറ്റബിൾ ട്രസ്റ്റിന് നേതൃത്വം നൽകുന്നു. ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രഥമ സംരംഭമാണ് തണൽ പലിശരഹിത സഹായനിധി. 1/4 നൂറ്റാണ്ടു മുമ്പ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പീച്ചി മാസ്റ്ററുടെ ഇളയ മകനായിരുന്ന മുഹമ്മദ് അസ്ലമാണ് തണൽ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. മത, സാമൂഹിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ചെറുപ്രായത്തിൽ തന്നെ മികച്ച സംഭാവനകൾ നൽകിയ മുഹമ്മദ് അസ്ലം നിരവധി സ്വപ്നങ്ങൾക്കും പദ്ധതികൾക്കും അടിപ്പടവു പണിതുകൊണ്ടാണ് അകാലത്തിൽ വിട പറയുന്നത്. ട്രസ്റ്റിന്റെ കീഴിലുള്ള തണൽ പാർപ്പിട പദ്ധതിയിലൂടെ ഒട്ടനേകം കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. 100ഓളം കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ചു നൽകാനും 1000ഓളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിൽ ഭാഗിക സഹായം നൽകാനും ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. 2018 പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നിലമ്പൂർ താലൂക്കിലെ പനങ്കയത്ത് 10 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി വീട് നിർമ്മിച്ചു നൽകാനും ട്രസ്റ്റിന് സാധിച്ചു. ട്രസ്റ്റിന്റെ സംരംഭങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഫോസ്റ്റർ കെയർ പദ്ധതി. അനാഥ മക്കളെ അവരുടെ മാതാവിനോടൊപ്പം സ്വന്തം വീട്ടിൽ തന്നെ താമസിപ്പിച്ച് പ്രത്യേക സംരക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. നിലവിൽ 250ഓളം കുട്ടികൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഭക്ഷണ കിറ്റ് പദ്ധതിയിലൂടെ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലായി 3000-ലേറെ കുടുംബങ്ങൾക്ക് എല്ലാ മാസങ്ങളിലും ഭക്ഷ്യക്കിറ്റുകൾ നൽകി വരുന്നുണ്ട്. 2018 കേരളത്തെ ഞെട്ടിച്ച മഹാപ്രളയത്തിന്റെ ഇരകളായ മനുഷ്യമക്കൾക്ക് സാന്ത്വനമായി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. നിലമ്പൂർ താലൂക്കിലെ പാതാർ ടൗണിലെ കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായി പ്രളയത്തിനിരയായപ്പോൾ ഒരാഴ്ചക്കാലം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ക്ഷേമപ്രവർത്തനങ്ങളിലൂടെ പാതാർ പുനരുദ്ധാരണം പൂർത്തീകരിച്ചു. 2019 പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരിയെ തുടർന്ന് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. 1000കണക്കിന് കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റും 100 കണക്കിന് അടഞ്ഞുകിടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടക്കാരെ കണ്ടെത്തി ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങളും നൽകി. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലേക്ക് വെന്റിലേറ്റർ സൗജന്യമായി നൽകുകയും ചെയ്തു. 1995 വളവന്നൂർ അൻസാർ ക്യാമ്പസിൽ ആരംഭിച്ച ദാറുൽ അൻസാർ, അൽ ഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ, ദാറുൽ അൻസാർ ഖുർആൻ അക്കാദമി, ബ്രില്യൻസ് അക്കാദമി, ബീഹാറിലെ AP അസ്ലം ഇംഗ്ലീഷ് സ്കൂൾ, കൽപ്പകഞ്ചേരി GLP സ്കൂൾ വിഷൻ 2020, ബീഹാറിലെ അൽ മനാർ ഗേൾസ് കോളേജ് മുതലായവ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളാണ്. വിശുദ്ധ ഖുർആൻ പഠന, മനന, പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയെന്ന ലക്ഷ്യത്തോടുകൂടി 2024 തുടക്കം കുറിച്ച AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് ട്രസ്റ്റിന്റെ മുഖ്യമായ ഒരു കർമ്മ പദ്ധതിയാണ്. 50 ലക്ഷത്തോളം രൂപയാണ് ഓരോ വർഷവും മത്സരാർത്ഥികൾക്കുള്ള സമ്മാനത്തുകയായും സംഘാടന ചെലവിലേക്കുമായി ട്രസ്റ്റ് നീക്കിവെക്കുന്നത്. ആതുര ശുശ്രൂഷ രംഗത്തെ ട്രസ്റ്റിന്റെ പുതിയ സംരംഭമാണ് ഇക്കഴിഞ്ഞ ജൂൺ 16 ആരംഭിച്ച തണൽ പോളി ക്ലിനിക്. പ്രദേശവാസികളായ നിർധന കുടുംബങ്ങളിലെ രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ ചികിത്സ നൽകുകയെന്നതാണ് ലക്ഷ്യം. ക്ലിനിക്കിനോടനുബന്ധിച്ച് വിശാലമായ ലാബ് സൗകര്യവും ഫാർമസിയും സജ്ജീകരിച്ചിട്ടുണ്ട്. കൽപ്പകഞ്ചേരി, വളവന്നൂർ, ചെറിയ മുണ്ടം, ആദവനാട്, മാറാക്കര എന്നീ പഞ്ചായത്തുകളിലെയും സമീപ പ്രദേശങ്ങളിലെയും ശയ്യാവലംബികളായ രോഗികളെ കണ്ടെത്തി തികച്ചും സൗജന്യമായി ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നതിനുള്ള സ്ഥിരം സംവിധാനത്തെക്കുറിച്ച് ട്രസ്റ്റ് ആലോചിച്ചു. തൽഫലമായി അൻസാർ ക്യാമ്പസിലെ ദാറുൽ അൻസാർ കെട്ടിടത്തിൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് 2017 സെപ്റ്റംബർ 8
ഇ.ടി. മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ദാറുൽ അൻസാറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റിഹാബ് സെന്റർ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി AP അസ്ലം റിഹാബിലിറ്റേഷൻ സെന്റർ എന്ന് നാമകരണം ചെയ്ത് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറുകയാണ്. ഫിസിയോതെറാപ്പിക്ക് പുറമെ സ്പീച്ച് തെറാപ്പി, സൈക്കോളജി, പീഡിയാട്രിക് എന്നീ വിഭാഗങ്ങളിലായി അതിനൂതനമായ സൗകര്യങ്ങളാണ് രോഗികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്ട്രോക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചുറികൾ, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, ബ്രാക്കിയൽ പ്ലക്സസ് ഇഞ്ചുറി തുടങ്ങി നാഡീവ്യൂഹങ്ങൾക്ക് സംഭവിക്കുന്ന തകരാറുകൾ കാരണമായി അവശത അനുഭവിക്കുന്ന രോഗികൾക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, സ്ട്രെച്ചിംഗ് പ്രോഗ്രാം, സ്ട്രെങ്തനിംഗ്, എയറോബിക് എക്സർസൈസ്, ഗാറ്റ് ട്രെയിനിംഗ്, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ എക്സർസൈസ്, വിവിധതരം ന്യൂറോളജിക്കൽ അപ്രോച്ചസ്, ADL ആക്ടിവിറ്റികൾ എന്നീ ചികിത്സാ രീതികളിൽ രോഗിയുടെ രോഗാവസ്ഥ കണക്കിലെടുത്ത് ആവശ്യമായത് നൽകുന്നു. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ രോഗിയെ സഹായിക്കുന്ന ഒക്യുപേഷൻ തെറാപ്പി അടുത്തുതന്നെ ആരംഭിക്കാനിരിക്കുന്ന മറ്റൊരു തെറാപ്പിയാണ്. അപകടങ്ങളിലൂടെ സംഭവിക്കുന്ന പരിക്കുകൾ, നടുവേദന, സന്ധിവേദന, മുട്ടുവേദന എന്നിവ മൂലം പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ പെയിൻ മൊഡാലിറ്റിയിലൂടെ കൃത്യമായ ഇടവേളകളിൽ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളുടെ സഹായത്തോടെ വേദനയിൽ നിന്നും മോചിപ്പിക്കാൻ സഹായിക്കുന്നു. മറ്റെവിടെയും ലഭിക്കാത്ത ഷോക്ക് വേവ് തെറാപ്പി ഇവിടെ മാത്രം രോഗികൾക്ക് ലഭിക്കുന്ന സൗകര്യമാണ്. അതോടൊപ്പം രോഗികൾക്ക് അവരുടെ പ്രായമനുസരിച്ച് നിശ്ചിത ഇടവേളകൾ നിർണയിച്ച് കൃത്യമായ രീതിയിൽ വ്യായാമങ്ങളും പരിശീലിപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വരുന്ന സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങൾ കാരണം മാനസിക സംഘർഷത്തിലേക്ക് പതിക്കുന്ന രോഗികൾക്ക് അവരുടെ നഷ്ടപ്പെട്ട മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിനായി സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കുന്നു. കുട്ടികളിൽ കണ്ടുവരുന്ന സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, മറ്റ് ജനിതക വൈകല്യങ്ങൾ എന്നിവ മൂലം അവശത അനുഭവിക്കുന്ന കുട്ടികൾക്കു വേണ്ടിയും വിവിധ ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. പ്രായത്തിനനുസരിച്ച് സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ, ജന്മനാ സംസാര വൈകല്യമുള്ള കുട്ടികൾ, അവ്യക്തമായി സംസാരിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ വിവിധ സംസാര വൈകല്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്കെല്ലാം ആശ്രയ കേന്ദ്രമായി മാറുകയാണ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ പീഡിയാട്രിക് വിഭാഗം. പഠന വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് പ്രത്യേകമായി നൽകുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പീഡിയാട്രി വിഭാഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കുട്ടിയുടെ പഠന പ്രക്രിയയുടെ പ്രാരംഭഘട്ടം മുതൽ അക്കാദമിക തലം വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രക്രിയയിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായം കൂടി ഉറപ്പുവരുത്തുന്നു. കുട്ടി തന്റെ വൈകല്യങ്ങൾ തരണം ചെയ്യുന്നതിന് അനുകൂലമായ പരിസരമൊരുക്കി കൊടുക്കുന്നതിനും അവർ അനുഭവിക്കുന്ന അവസ്ഥയിൽ മനോവിഷമം നേരിടുന്ന രക്ഷിതാക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടിയും പ്രാരംഭത്തിൽ തന്നെ രക്ഷിതാക്കൾക്കു വേണ്ട കൗൺസിലിംഗും മറ്റും സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ നൽകുന്നു. സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സൈക്കോളജി എന്നിവയുടെയെല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധ്യമാകുന്നതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യം ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ആതുര ശുശ്രൂഷ രംഗത്ത് ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയൊരു സംരംഭം കൂടി ഇവിടെ പിറവിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് മറക്കാനാവാത്ത ഒത്തിരി പേരുകളുണ്ട്. പിന്നിട്ട വഴികളിൽ ജീവകാരുണ്യ രംഗത്ത് ഞങ്ങൾക്ക് കരുത്തും ഊർജവും പകർന്നു തന്ന ഞങ്ങളുടെ വന്ധ്യരായ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ആദർശ ബന്ധുക്കൾ, മുന്നേ നടന്നുപോയ അവർക്കു വേണ്ടിയാകുന്നു എല്ലാ പ്രാർത്ഥനകളും. നന്മയുടെ ഈ കൂട്ടായ്മയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഹോദര സംരംഭങ്ങളും കൂട്ടായ്മകളും നിരവധിയാണ്. കർമ്മരംഗത്ത് സദാ നിറഞ്ഞു നിൽക്കുന്ന നിസ്വാർത്ഥരായ വോളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാരും അന്യദേശക്കാരുമായ അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും വിനയപുരസരമോർക്കുന്നു. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ പ്രദർശന തൽപരതയല്ല. ഈ എളിയ പ്രവർത്തനങ്ങൾ സമാന ചിന്താഗതിയുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന അഭിലാഷം മാത്രമാണുള്ളത്. ആരിൽ നിന്നും ഒരു പ്രത്യുപകാരമോ നന്ദി വാക്കുകളോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രപഞ്ചനാഥന്റെ കാരുണ്യമൊന്നു മാത്രമല്ലാതെ, കരുണാമയനായ സ്രഷ്ടാവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത പ്രതിഫല നാളിൽ ഈ എളിയ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും തണലായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ സവിനയം സമർപ്പിക്കുന്നു.